ഈ കഴിഞ്ഞ ആഴ്ച ഒരു ക്ഷേത്രോത്സവത്തിന് മുന്നിൽ നിന്ന് കാഴ്ച മറച്ചു എന്ന് പറഞ്ഞ് ഒരു പാവം പയ്യനെ 18-കാരനെ അവനാണെങ്കിൽ അവിടെ അവൻ്റെ ഒരു ബന്ധുവീട്ടിൽ വന്നപ്പോഴേ അടുത്ത ഉത്സവം നടന്ന് കാണാൻ വേണ്ടി വന്ന തലയ്ക്ക് അടിച്ചടിച്ചു വന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. സിഗരറ്റ് ചോദിച്ച് കൊടുക്കാൻ വൈകിയതിന് കടയിൽ നിന്ന് ഒരു പയ്യനെ ക്രൂരമർദ്ദനം CCTV കണ്ടു. ഹോട്ടൽ അടിച്ച് തുറക്കൽ മുറ പോലെ. വേറെ ഉത്സവത്തിനിടെ ഗുണ്ടാസങ്ങൾ ഏറ്റുമുട്ടൽ, തോക്കെടുത്ത് ചൂണ്ടൽ. ഗുണ്ടകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ ഏതോ ലീത്തൽ ക്രൈമിൻ്റെയോ ഏതോ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്ത് വെച്ച് ന്യായീകരിച്ച ശരിയാവുമോ? ഇതിനെ എന്താണ് നേരായ വഴി എന്ന ആലോചനയല്ലേ ആദ്യം വേണ്ടത് ജിൻഡോ? ഹാഷ്മി, ഇതിപ്പോൾ നമ്മളുടെ ഒരു വല്ലാത്തൊരു കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ എന്ത് തെമ്മാടിത്തരം നടന്നാലും അപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മുടെ സംസ്ഥാനം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിലുള്ള സാമൂഹ്യ ജീവിത നിലവാരമുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും കർണാടകയും ആന്ധ്രയും തമിഴ്നാടിനെയും കമ്പയർ ചെയ്യുക, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുക, അതിന് ലീത്തൽ ക്രൈംസിൻ്റെ പ്രൊപ്പോർഷനായിട്ട് എണ്ണം എടുക്കുക, ഇതൊക്കെയല്ലല്ലോ ഇന്നിപ്പോൾ നടന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? ഇപ്പോൾ അലുവ അതുലിനെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. ആ ജാമ്യം കിട്ടിയ ആൾ ഇപ്പോൾ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത്. അയാൾ മറ്റ് കൊലപാതകത്തിൻ്റെ ബാക്കിയല്ല ഈ കൊലപാതകം, വേറെന്തോ ക്രൈമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം ജയരാജനുണ്ടെന്ന്. ഈ ജയരാജിനുള്ള ബോധ്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമൊക്കെ എന്താണ്? ഇത്രയും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ പ്രത്യേക സാഹചര്യത്തിൽ അത്ര ഗൗരവമായിട്ടുള്ള ജാമ്യ കണ്ടീഷനോടെ പുറത്തിറങ്ങിയിട്ട് ഇവന്മാരെ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ലേ? ഒന്നാം നമ്പർ ആഭ്യന്തര വകുപ്പാണെന്ന് വെറുതെ തള്ളിക്കൊണ്ടിരിക്കും. ജയരാജന് അറിയാമെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ജയരാജ് അത് പറയണ്ടേ? ജയരാജ് എന്തിനാ രഹസ്യം മറച്ചു വെച്ചിരിക്കുന്നത്? നമുക്കൊക്കെ അറിയണമല്ലോ എന്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്, എന്ത് ക്രൈമാണ് നടന്നിട്ടുള്ളത്. ഈ നമ്മളാരും അറിയാത്ത ക്രൈമുകൾ നിങ്ങൾ എന്തിനാ മറച്ചു വയ്ക്കുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും പരാജയപ്പെട്ടപ്പോൾ ജയരാജനെ പോലുള്ള ആളുകൾക്ക് അത്തരം ക്രൈമിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയമല്ലേ? ഇവിടെ ഒരു ക്രിമിനലിനെ മറ്റൊരു ക്രിമിനൽ കൊല്ലുക എന്നുള്ളതിനേക്കാൾ അപ്പുറം സാമൂഹ്യമായിട്ട് മനുഷ്യരുടെ മനസാക്ഷി മരവിക്കുന്ന രംഗങ്ങളല്ലേ നിത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളും ഹാഷ്മിയൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എടുത്ത് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷി മരവിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പറയുകയാണ് ഇത് വലിയ നവകേരള സൃഷ്ടി നടത്തുന്ന ഭാഗത്ത് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണ് അത്രേ. ഇതാണ് നിങ്ങളുടെ നവകേരള സൃഷ്ടി? എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നതെന്ന് ആളുകൾ ഇപ്പോൾ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു മാറ്റം! പട്ടാപ്പകല് പോലീസ് സ്റ്റേഷൻ്റെ 1.5 കിലോമീറ്റർ അപ്പുറേ നടു റോട്ടിലിട്ട് വണ്ടി ഇടിച്ച് അതിനകത്തിട്ട് വെട്ടിക്കൊന്നു കളയുന്നു. അയാൾ മറ്റൊരു കേസിലെ പ്രതിയാണ്, അയാൾ നിരവധി കേസിലെ പ്രതിയാണ്, അയാൾക്ക് പ്രത്യേക ജാമ്യ കണ്ടീഷനോടെ ജാമ്യം കിട്ടി, അയാൾ പുറത്തിറങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ നേരമില്ല. ഇത് തന്നെയാണ് ചെന്താമരയുടെ കാര്യത്തിൽ നടന്നത്. ഇവരൊക്കെ എന്താണ് ഈ കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ നേരമില്ല. എന്തുകൊണ്ടാണ് നേരമില്ലാത്തതെന്ന് അറിയോ? കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് ആനയിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന മന്ത്രിമാർ കേരളത്തിലുള്ള കാലമാണ്. അതുകൊണ്ട് ഇതിലൊന്നും അന്വേഷിക്കാൻ നേരം ഉണ്ടാവില്ലെന്നേ. ഇപ്പോൾ പിന്നെ ജയരാജ് പറയുന്നൊരു കാര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഈ കരുനാഗപ്പള്ളി എന്ന്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ശക്തമായിട്ടുണ്ടെങ്കിൽ ഗുണ്ടകൾ വളരും എന്നുള്ള തിയറിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് എന്തെടുത്തു? ഗവൺമെൻറ് പരാജയമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ എല്ലാം നടക്കുമ്പോൾ സർക്കാരിൻ്റെ പരാജയം എന്ന് പറയുന്ന ക്ലീശേ വാക്കുകളല്ല പറയുന്നത്. ഇപ്പോൾ ജയരാജിന് തന്നെ ബോധ്യമുള്ളൊരു കാര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയ ശക്തമായിട്ടുള്ള ഇടങ്ങളാണ് കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ ഗുണ്ടകൾ വളരുന്നതിൻ്റെ കാരണം അതായിരിക്കാം എന്ന് പറയുമ്പോൾ മറ്റ് പല കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല നടന്നതെന്ന് ഉറപ്പിച്ച് താങ്കൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർക്കാരിന് അറിയില്ലെങ്കിൽ, നമ്മുടെ ആഭ്യന്തര വകുപ്പിന് അറിയില്ലെങ്കിൽ തികഞ്ഞ പരാജയമല്ലേ? ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾ പറയും റോയും ഇൻ്റലിജൻസും ഉണ്ടായിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടില്ലേ എന്ന്. എല്ലാ ദിവസവും പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നില്ല, എല്ലാ ദിവസവും പ്രധാനമന്ത്രിമാർ നിരന്തരം ആക്രമിക്കപ്പെടുന്നില്ല. അത് വല്ലപ്പോഴും നടക്കുന്ന കാര്യം. ഒരുത്തൻ ഇന്റൻഷനലി ഡിറ്റർമിൻഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊലപാതകം നടത്താനും കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ തിയറി ഇവിടെ പറയരുത്. എല്ലാ ദിവസവും കേരളത്തിൽ നിരന്തരം ഇതുപോലെ ഓരോ വാർത്തകൾ കാണുകയാണ്. അപ്പോഴും പറയുകയാണ് ഇത് പണ്ട് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ആ വാദം അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അത് ഒരു ന്യായമുള്ള പരിപാടിയല്ലല്ലോ. പിന്നെ എന്തിനാ ഇവിടെ പോലീസ് സംവിധാനം? എന്തിനാ പോലീസുകാരെ ഷോപ്പിംഗ് മാളിലിട്ട് പോലീസുകാരെ വട്ടം കൂടി തല്ലുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ, ദൃശ്യങ്ങൾ കണ്ടില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു? ജീവൻ രക്ഷാപ്രവർത്തനം. അത് പാവപ്പെട്ട ആരെങ്കിലും സമരം ചെയ്താൽ അവന്മാരെ തലയടിച്ചു പൊട്ടിച്ചാൽ ജീവൻ രക്ഷാപ്രവർത്തനം. കാപ്പ കേസിലെ പ്രതികൾക്ക് മാലയിട്ട് സ്വീകരിക്കും. പക്ഷെ കൊടും ക്രിമിനലുകൾക്ക് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് നേർക്ക് ആക്രമിച്ച ഗുണ്ടകളെ പിടിച്ചകത്തല്ലോ. നല്ല കാര്യം. അപ്പൊ ക്രമസമാധാനം സെറ്റാണ്. കാപ്പ കേസിലെ
കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ചെറുപ്പക്കാർ KSUക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കഴുത്തുളുക്കുകയും കരിങ്കൊടി കാണിക്കുമ്പോൾ കൈ വിലങ്ങുകയും ചെയ്ത് ആശുപത്രി പോയത്. എന്നിട്ട് കൊല്ലാൻ നോക്കിയെന്ന് ആരോപണം പറയുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ ആയുധങ്ങളില്ല, പരിക്കേൽപ്പിക്കുന്ന ദൃശ്യമില്ല. എന്നാൽ ആ ചെറുപ്പക്കാർ 10-16 ദിവസം ജയിലിൽ കിടന്നു. 10-16 ദിവസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.